വെൽക്കം ടു ദ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ആർട്ടിക്കിൾ 14ൽ പറയുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണ് എന്നാണ്. സത്യത്തിൽ നമുക്കറിയാം റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആ കൺസെപ്റ്റ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ഓരോ പ്രൊവിഷൻസിലും പല തരത്തിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 14 എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ 14 മുതൽ 18 വരെ ഉള്ളതിലൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആർട്ടിക്കിൾ 14ലുള്ള റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ എക്സ്റ്റെൻഡ് എന്താണ് എന്ന് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സീരീസിൽ അടുത്ത വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് ലോസ്, അടുത്ത പ്രൊവിഷൻസിലുള്ള റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ വൈഡൻഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ആർട്ടിക്കിൾ 14 പറയുന്നത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, അപ്പൊ ബേസിക്കലി രണ്ട് കൺസെപ്റ്റ് ആണ്, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് കൺസെപ്റ്റ് ആണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ്. അതായത് എല്ലാവരും തുല്യരാണ് നിയമത്തിന് മുമ്പിൽ എന്ന് പറയുമ്പോൾ ആർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിവിലേജസ് ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുല്യത എന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിവിലേജസിന്റെ അഭാവം ആണ്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ പോലും ഇന്ത്യയിലെ ഇന്നത്തെ നിയമ സാഹചര്യത്തിൽ ഇപ്പോൾ ഫോറിൻ ഡിപ്ലോമാറ്റ്സിന് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്, പ്രസിഡന്റിന് ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്, പാർലമെന്റേറിയൻസിന് ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്, ജഡ്ജസിനുണ്ട്. അപ്പൊ ചില ഇമ്മ്യൂണിറ്റീസ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ പ്രിവിലേജ് ഇല്ല എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതിന്റെ കാരണം ഇത്തരത്തിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന സാഹചര്യത്തിന് കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട് എന്നതാണ്. അപ്പൊ അത് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിലെ ഓരോ പൗരനും നിയമത്തിന്റെ മുന്നിൽ ഒരേപോലെയാണ്, തുല്യരാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആയിട്ടുള്ള ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളത് ബേസിക്കലി ഒരു അമേരിക്കൻ കൺസെപ്റ്റ് ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. കാരണം നിയമം എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കും എന്നാണ് അത് പറയുന്നത്. ഈ ഒരുപോലെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഈ ഡിസ്ക്രിമിനേഷന്റെ ഗ്രൗണ്ട്സിനെ പറ്റിയും പറയുന്നുണ്ട്. അതായത് കാസ്റ്റ്, റിലീജിയൻ, ക്രീഡ്, ക്ലാൻ, എത്നിസിറ്റി, ജെൻഡർ, ഇത്തരത്തിലുള്ള യാതൊരു ഡിസ്ക്രിമിനേഷൻസും ഇല്ലാതെ എല്ലാ ക്ലാസ്സിലുള്ള ആളുകൾക്കും ഒരേപോലുള്ള പ്രൊട്ടക്ഷനാണ് നിയമം ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 14ലെ രണ്ട് കൺസെപ്റ്റ്സ്, ഒന്ന് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, നിയമത്തിന്റെ സംരക്ഷണം എല്ലാവർക്കും ഒരേപോലെയാണ്. ഓക്കെ, പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ പോലും ഈ ഇക്വാലിറ്റി ബിഫോർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളത് പീപ്പിൾ ഹു ആർ സിമിലർലി സിറ്റുവേറ്റഡ്. കാരണം ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ട് എല്ലാവരെയും ഒരുപോലെ സംരക്ഷിച്ചാൽ സത്യത്തിൽ അതിലൊരു നീതി ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കറിയാം ചെറിയ കുട്ടികൾ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ല കുറച്ചുകൂടി പ്രായമായ ആളുകൾക്കുള്ളത്. നല്ലവണ്ണം പ്രായമായ ആളുകൾക്ക് മറ്റൊരു തരത്തിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. വളരെ കൂടുതൽ ബുദ്ധിശക്തിയുള്ള ആളുകൾക്കും ഒരു പ്രത്യേക തരം ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. അപ്പോൾ ഏത് ക്ലാസ്സിലാണോ ഒരാൾ ഇരിക്കുന്നത്, വിച്ച് ക്ലാസ് യു ബിലോങ് ടു, വിച്ച് സിറ്റുവേഷൻ യു ബിലോങ് ടു, അതിനനുസരിച്ച് അതിന് പാകത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നിയമവും കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഒരാൾക്കുള്ള ട്രീറ്റ്മെന്റ് അല്ല ഒരു ചെറിയ കുട്ടിക്ക് നിയമം കൊടുക്കുന്നത്. ആ വ്യത്യാസം പക്ഷെ നീതിയുക്തമാണ്, അല്ലെ? അങ്ങനെ ഒരു വ്യത്യാസം നിയമം കാണിച്ചില്ലെങ്കിലാണ് അത് അനീതിയാവുക. അപ്പോൾ ഈക്വൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരേപോലുള്ള ആളുകൾക്ക് ഒരേപോലുള്ള സംരക്ഷണം, എല്ലാ കുട്ടികൾക്കും ഒരുപോലെ സംരക്ഷണം, എല്ലാ വലിയവർക്കും ഒരുപോലുള്ള സംരക്ഷണം. സ്റ്റുഡന്റ് എന്നതൊരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അവകാശങ്ങൾ. എന്നാൽ സ്കൂളിലെ കുട്ടികൾക്കും കോളേജിലെ കുട്ടികൾക്കും രണ്ട് തരത്തിലായിരിക്കും ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ സിമിലർലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരേ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്നതാണ് ഈ ഈക്വൽ പ്രൊട്ടക്ഷന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാവരും തുല്യരാണ് എന്നല്ല നിയമം പറയുന്നത്. നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെയാണ്, ഒരുപോലെ കിട്ടും എന്നാണ്. ഓക്കെ,
ഇനി ഈ ആർട്ടിക്കിൾ 14ന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഇന്ത്യൻ സിറ്റിസൺസ്, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പേഴ്സൺസ് എന്നാണ്. അതായത് ഇന്ത്യൻ പൗരന്മാർക്കും പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന ആളുകൾക്കും ഇന്ത്യൻ നിയമങ്ങളുടെ സംരക്ഷണം ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ ആർട്ടിക്കിൾ 14 പോലെ വളരെ ചുരുക്കം ചില പ്രൊവിഷൻസിൽ മാത്രമാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ, പ്രത്യേകിച്ചും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും കിട്ടുന്നത്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. എന്നാൽ ആർട്ടിക്കിൾ 14 അങ്ങനെയല്ല. റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ളത് എല്ലാവർക്കും, നോട്ട് ഓൺലി സിറ്റിസൺ ബട്ട് ഓൾ പേഴ്സൺസ്. ഓക്കെ, അതൊരു പ്രത്യേകതയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആർട്ടിക്കിൾ 14 പറയുന്നത് റീസണബിൾ ക്ലാസിഫിക്കേഷൻസ് ആവാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡൻസ് ഒരു ക്ലാസ് ആണ്, ടീച്ചേഴ്സ് മറ്റൊരു ക്ലാസ് ആണ്, പ്രായമായവർ ഒരു ക്ലാസ് ആണ്, കുട്ടികൾ മറ്റൊരു ക്ലാസ് ആണ്. ഓക്കെ, അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ സാധ്യമാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയിരിക്കുന്നത്. കാരണം അവർക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നിയമം തന്നെ 18 വയസ്സിന് ശേഷം ചെയ്യുന്ന ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയല്ല 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസിയേഷൻ? അത് കൃത്യമായിട്ട് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ റൈറ്റ് ടു ഈക്വാലിറ്റിയുടെ പരിധിയിൽ വരും. കാരണം ആ ക്ലാസിഫിക്കേഷൻ ഈക്വാലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, എന്നാൽ അതേസമയം അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ആർബിട്രറി ആവാനും പാടില്ല. ആർബിട്രറി എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ടുള്ള ഒരു റീസണിങ് അതിന് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. റേഷണൽ ആയിട്ടുള്ള ഒരു കാരണവും ഇല്ലാതെ വെറുതെ 2-3 ആൾക്കാരെ ഇവരൊരു ഗ്രൂപ്പിലാണ് മറ്റൊരു ഗ്രൂപ്പിലാണ് എന്ന് പറഞ്ഞ് 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ 2 തരത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരെ 2 ഗ്രൂപ്പുകളിൽ ആക്കിയിരിക്കുന്നത് എന്നതിന് നമുക്ക് കൃത്യമായിട്ടൊരു കാരണം പറയാനും ഉണ്ടാവണം. ആ പറയാനുണ്ടാവുന്ന കാരണം ജസ്റ്റിഫയബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയും വേണം. ഓക്കെ, അപ്പൊ ഈ ആർബിട്രറിനെസ് എന്താണ് എന്ന കാര്യത്തിൽ വളരെയധികം ഡിസ്കഷൻസ് കോടതികളുടെ മുമ്പിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് കേസ് ലോസും അതിനുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കേസ് ലോ ഡാൽമിയാസ് കേസ് എന്ന് പറയുന്ന ഒരു കേസാണ്. ആ കേസിനെ പറ്റിയിട്ട് വിശദമായി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ബേസിക്സ് എന്താണ് ആർട്ടിക്കിൾ 14 എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Wait for my next video. Till then, bye.